ഒരിക്കൽ ഞാനൊരു കമ്പനിയുടെ പോസ്റ്റ് പെയ്ഡ് സിം എടുത്തു. ആ കമ്പനിയുടെ സിം എടുക്കുന്ന അത്ര എളുപ്പമല്ലായിരുന്നു ആ അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് ആ സിം ഡീആക്ടിവേറ്റ് ചെയ്ത് അവിടുന്ന് പോവുക എന്നുള്ളത്. ദേ മേഡ് ഇറ്റ് സോ ഡിഫിക്കൽട്ട് ആൻഡ് ഫ്രസ്ട്രേറ്റിംഗ് ദാറ്റ് ഐ എൻഡഡ് അപ്പ് ഹേറ്റിംഗ് ദ കമ്പനി. ഇനി ഒരിക്കലും ഈ കമ്പനിയുടെ സിം എടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി അവസാനം കഷ്ടപ്പെട്ടാണ് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത് പോയത്. ഒന്ന് ആലോചിച്ചാൽ നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങളെ വിട്ടു പോകാൻ ഡിഫിക്കൽട്ട് ആക്കുക എന്നുള്ളത് നല്ലൊരു വഴിയല്ല. കാരണം അപ്പോൾ നിങ്ങൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ആലോചിക്കും. അവിടെ ഒരുപാട് പ്രോബ്ലം സോൾവിങ് ചെയ്യും. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങളെ വിട്ടു പോകാതിരിക്കാൻ നല്ല എന്തൊക്കെ കാരണങ്ങൾ കൊടുക്കാൻ പറ്റും? ഹൗ ക്യാൻ യു ഡിലൈറ്റ് യുവർ കസ്റ്റമർ സോ മച്ച് ദാറ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അവർ എന്തൊക്കെയാണ് മിസ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഓർമ്മയുണ്ടാവും. സോ ദേ സ്റ്റിക്ക് വിത്ത് യു. നോട്ട് ബിക്കോസ് യു ഹാവ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഓർ ഫ്രസ്ട്രേറ്റിംഗ് ടു ലീവ് യു ത്രൂ എ ഡിസൈൻഡ് പ്രോസസ്സ്. നിങ്ങളുടെ അടുത്ത് നിന്ന് ഡീആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺട്രാക്ട് അവസാനിപ്പിച്ച് പോവുക എന്നുള്ളത് ഡിഫിക്കൽട്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം അവർ സ്റ്റിക്ക് ചെയ്യുന്ന അവസ്ഥയേക്കാൾ ബെറ്റർ ആവുക. നിങ്ങൾ അവർക്കൊരു ഡിലൈറ്റ് കൊടുക്കുന്നത് കൊണ്ട് അവർ നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യുന്നു എന്നുള്ള അവസ്ഥയാണ്. കോൺട്രാക്റ്റുകൾ വേണ്ട, നിയമപരമായിട്ടുള്ള ബൈൻഡിങ് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ വളരെ ക്രൂക്കഡായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മേക്ക് ഇറ്റ് so desirable to stay with you, make it so dissatisfying to leave you because they miss the delightful experience.